ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തൂ. ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ബട്ടർ ഗാർലിക് എഗ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്ന ഒരു സൈഡ് ഡിഷാണ്. ചെറിയ ഫാമിലി ആയതുകൊണ്ട് 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇത് 8 മുട്ട വേണം എടുക്കാൻ. നേരം ഇതെല്ലാം അതനുസരിച്ച് കൂട്ടണം എന്നുള്ളതേ. 2 മുട്ട, സ്പ്രിംഗ് ഒനിയൻ, 1 ടീസ്പൂൺ കോൺഫ്ലവർ, ബട്ടർ, 1/4 കപ്പ് പാല്, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, റെഡ് ചില്ലി ഫ്ലേക്സ് എന്ന് പറഞ്ഞാൽ മുളക് ചതച്ചത്, മുളക് ചതച്ചത്, ഗാർലിക്, വെളുത്തുള്ളി കുനുകുനാന്ന് അരിഞ്ഞെന്ന് പറഞ്ഞാൽ വട്ടത്തിൽ അരിഞ്ഞിട്ട് പിന്നെ അത് പിച്ചാത്തി വെച്ച് കുനുകുനാന്ന് അരിഞ്ഞെടുക്കുന്നു. എണ്ണ, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നമുക്ക് വേണ്ടത് മുട്ട, ഇതിൻ്റെ പകുതി കുരുമുളക് പൊടി, ചില്ലി ഫ്ലേക്സ്, പിന്നെ എണ്ണ 15 ഗ്രാം അല്ലെങ്കിൽ 20 ഗ്രാം ബട്ടർ. അതാണ് ആദ്യത്തെ സ്റ്റെപ്പിൽ നമുക്ക് വേണ്ടത്. ആവശ്യത്തിന് ഉപ്പും വേണം. 2 മുട്ട, നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയുടെ പകുതി, അതുപോലെ ചില്ലി ഫ്ലേക്സിൻ്റെ പകുതി, അതുപോലെ ഉപ്പ്. ഈ 2 മുട്ടയ്ക്ക് വേണ്ട ഉപ്പ് ഇതിലിടുക. നല്ലപോലെ ബീറ്റ് ചെയ്യുക. നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കടായി അടുപ്പത്ത് വെക്കുക, കുറച്ച് എണ്ണ ഒഴിക്കുക, ബട്ടർ ഇടുക, തീ ഒരു സിമ്മിലിട്ടാൽ ഇതിലേക്ക് നമ്മൾ മുട്ട ഒഴിക്കുക. അപ്പോൾ അത് ഇങ്ങനെ ചെയ്ത് നമ്മളത് ഇത് ഒരു മീഡിയം സൈസ് കഷ്ണങ്ങളാക്കണം, അല്ലാതെ തീരെ ചെറിയ കഷ്ണമാകരുത്, ഭയങ്കര വലിയതും ആകരുത്. അപ്പോൾ അത് റെഡിയായി, മുട്ടയുടെ കാര്യം റെഡിയായി. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റും. നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇതിൽ ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കുക, ബട്ടർ ഇടുക, തീ സിമ്മിലിടണം. ഇനി ഇതിലോട്ട് നമ്മൾ ഗാർലിക്, വെളുത്തുള്ളി, കുനുകുനാന്ന് അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി, അതിൻ്റെ ആ പച്ചമണമൊക്കെ പോകണം. സിമ്മിലിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാവുള്ള, അല്ലെങ്കിൽ ഇതങ്ങ് പെട്ടെന്നൊരു ബ്രൗൺ കളറാണ്. കുറച്ച് ഉപ്പിടുക. എന്ന് പറഞ്ഞാൽ നമ്മളാകെ 2 മുട്ടയെ എടുത്തിട്ടുള്ളൂ. കുറച്ച് ഉപ്പ് നമ്മൾ മുട്ടയുടെ അകത്ത് ഇട്ടായിരുന്നു. അപ്പോൾ ഇതൊരുമാതിരി ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ബാക്കി ചില്ലി ഫ്ലേക്സ് ഇടുക, കുരുമുളക് ഇടുക, ഒന്ന് ചിക്കുക. അത് കഴിഞ്ഞ് കോൺഫ്ലവർ ഇടുക, നല്ലപോലെ മിക്സ് ചെയ്യുക. ഈ ടൈമിൽ വേണമെങ്കിൽ നമുക്ക് ഉപ്പൊന്ന് നോക്കാവുന്നതാണ്. ഇനി നമ്മളിതിലോട്ട് 1/4 കപ്പ് പാലൊഴിക്കുക. സ്പ്രിംഗ് ഒനിയൻ കൂടെ ഇടുക. നമ്മൾ ഈ പ്രിപ്പയർ ചെയ്യുന്നത് കുറച്ച് ജ്യൂസി ആയിട്ടൊക്കെ ഇരിക്കണമെങ്കിൽ, കുറച്ച് അയഞ്ഞൊക്കെ ഇരിക്കണമെങ്കിൽ അതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചുകൂടെ വെള്ളം വറ്റിച്ച്, പാല് വറ്റിച്ച് കഴിഞ്ഞാൽ നല്ല ഹാർഡായിട്ട്. അപ്പോൾ നമുക്കിത് അയഞ്ഞിരിക്കണമെങ്കിൽ ഈ പരുവത്തിൽ മുട്ടയും കൂടെ ഇടുക. അപ്പോൾ ഈ പരുവത്തിൽ വേണമെങ്കിൽ നമുക്ക് നിർത്താം. കുറച്ചുകൂടെ നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്നാൽ കുറച്ചുകൂടെ ഹാർഡാകും. അപ്പോൾ നമുക്ക് ഈ പരുവത്തിൽ എടുക്കുന്നതാണ് നല്ലത്. ബട്ടർ ഗാർലിക് എഗ്ഗ് റെഡിയായി. ഇനി അതൊരു പാത്രത്തിലോട്ട് മാറ്റാം. തീ ഓഫ് ചെയ്യുക. പാത്രത്തിലോട്ട്
ഇത് കുറച്ചുകൂടെ ചിക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഹാർഡാക്കാൻ പറ്റും. നമുക്കിത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. അപ്പോൾ ഈ റെസിപ്പി അനുസരിച്ച് ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.